ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ് രാഹുലും നീതുവും. രാഹുലാണ് ഇതിൻ്റെ സംവിധായകൻ, നീതു ഇതിൻ്റെ റൈറ്ററാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ പല സിനിമകളും ചർച്ച ചെയ്യുകയും എൻ്റെ പല സിനിമകളിലും ഞാൻ ചെയ്യാനിരിക്കുന്ന പല സിനിമകളിലും എൻ്റെ എഴുത്തിലൊക്കെ സഹായിച്ച ആളാണ് നീതു. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഒരു സഹോദരനെ പോലെയാണ് രാഹുലും. നീതു ആയിക്കോട്ടെ ഒരു സഹോദരിയെ പോലെയാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ 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 പ്രിയപ്പെട്ടതാണ്. ഒപ്പം ഇതിൽ അഭിനയിക്കുന്നത് ഈ മോഷൻ പോസ്റ്റിലൂടെ മനസ്സിലാക്കണം, ഒരു ഹൊറർ ജോണറിൽ പെടുന്നൊരു സിനിമയാണ്. അപ്പം ഹീറോ ഒന്നുമല്ല, പക്ഷേ ഉർവശി ചേച്ചിയും നവ്യയുടെയും കൂടെ ഒരു ചെറിയ വേഷം ഇതിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം. നവ്യ ആണ് ആക്ച്വലി ഇതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നവ്യയിലേക്ക് വരാം. അതൊക്കെ ഇതൊരു മൊമെൻ്റാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇത് ഗഫൂർക്ക ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്, കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഇവരൊക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധവും പരിചയമാണ്. അപ്പം എന്തായാലും കാസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ ബാക്കി നവ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉർവശി ചേച്ചി, റോണി ചേട്ടൻ, ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത സിദ്ധാർത്ഥ് വരദൻ, മധുചേട്ടൻ, വിഷ്ണു, അങ്ങനെ വളരെ മിസ് ചെയ്തു പോയോ? ഇല്ല, ഇത്രയും ആൾക്കാർ. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു കാസ്റ്റും ക്രൂ ആണ്. ടെക്നീഷ്യന്മാരൊക്കെ എനിക്ക് പരിചയം കുറച്ച് പേര്. ക്യാമറമാനൊക്കെ ചെന്നൈയിൽ നിന്നല്ലേ. അപ്പോൾ മ്യൂസിക് അരുൺ ഇല്ലേ? അരുൺ ആണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ എന്തായാലും തിരക്കേടില്ലാത്തൊരു സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഈ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ അവരോടുള്ള നന്ദി പറച്ചിലാണ് ഇനി അടുത്തുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാനിടയുണ്ടായി. ആ സിനിമയിൽ എനിക്ക് പരിചയമില്ലാത്തതും എനിക്കറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ആ സിനിമയിലൂടെ പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന വർഷങ്ങളായിട്ട് കൂടെയുള്ള ഒരാളാണ്. ആ സിനിമ സ്പാ. അതിനെ അഭിനയിച്ച ആള് മേജർ രവി. പോയോ? എന്നോട് നിർബന്ധിച്ച് കാണാൻ പറഞ്ഞതാണ് കുടുംബത്തോടൊപ്പം. ഞാൻ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആ പടം കണ്ടു തുടങ്ങി. പിന്നെ നിർബന്ധിച്ചു. ഞാൻ കണ്ടു. അറിയാത്തതും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൽ അറിയാനുണ്ടായിരുന്നു, മനസ്സിലാക്കി. അതിൽ എനിക്ക് കണ്ടതിൽ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഏറ്റവും മാസ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ എൻട്രി ഞാൻ കണ്ടതിൽ, തിയേറ്ററിലായിരുന്നു ഞാൻ ചിലപ്പോൾ ഇറങ്ങി എഴുന്നേറ്റ് കൈയടിച്ചു പോയതിന്. ഇവിടെ മൈനേഴ്സിന് ഇതില്ല എന്ന് പറയുമ്പോൾ ഒരു വെടിശബ്ദത്തോടുകൂടി മേജർ അങ്കിളുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് ഗംഭീരം എന്നല്ലാതെ എനിക്ക് അതിനപ്പുറം ഇല്ല. നിർബന്ധിച്ച് കാണിപ്പിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞേ പറ്റൂ. താങ്ക് യു ഫോർ കമ്മിങ്. അടുത്തതായിട്ട് പടം കണ്ടല്ലേ? പടം കണ്ടു. ഒരു ഹാപ്പി സന്തോഷമുണ്ട് അവിടെ. ഹാപ്പി എൻഡിങ്, ഒരു സന്തോഷം. പടം കണ്ടു. സ്റ്റീവൻ പടം കണ്ടു.